ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കാനഡയിൽ നിന്നുള്ള റിവേഴ്സ് മൈഗ്രേഷനെ പറ്റിയാണ്. ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതായത് കാനഡയിൽ നിന്നുള്ള തിരിച്ചുള്ള, അതായത് ഇന്ത്യയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ഉള്ള തിരിച്ചുപോക്ക്, ഇതിനെപ്പറ്റി ധാരാളം വ്ളോഗേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വ്യൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പറയണം എന്ന് തോന്നി. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം. ഇപ്പം കാനഡ എന്ന് പറയുന്നത് ആളുകളുടെ വലിയൊരു ഡ്രീമായിരുന്നു. അതായത് ഒരു 2015 ശേഷം ഒരു 2022-23 വരെ കാനഡ എന്ന് പറയുന്നത് വലിയ ഒരു ഡ്രീമാണ് ആളുകളെ സംബന്ധിച്ച്. അതിനുവേണ്ടി എത്ര പണം ചിലവാക്കിയാണെങ്കിലും, എത്ര എഫേർട്ട് എടുത്താണെങ്കിലും, എത്ര പ്രാവശ്യം IELTS എക്സാം എഴുതിയാണെങ്കിലും, ആരുടെയൊക്കെ കാല് പിടിച്ചാണെങ്കിലും ഇവിടെ ഒന്ന് എത്തുക, ഇവിടെ വന്നൊന്ന് സെറ്റിലാകുക എന്നുള്ളത് ഒരുപാട് കുടുംബങ്ങളുടെ ഒരുപാട് വലിയ സ്വപ്നങ്ങളായിരുന്നു എന്ന് പറയാം. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ സ്വപ്നങ്ങളൊക്കെ കുറച്ചൊക്കെ വീണുടയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാനഡയുടെ കാര്യത്തിൽ മാത്രമല്ല, വെസ്റ്റേൺ കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചല്ല ഇതൊരു വലിയൊരു കൺസേൺ ആണ്. ഞാനിപ്പോൾ കാനഡയെ പറ്റി പറയുമെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഇമിഗ്രേറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചും ഇത് തന്നെ സത്യമാണെന്ന് തന്നെ ഞാൻ പറയാവുള്ളൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് അവർക്കും സംഭവിച്ചേക്കാം. ഇപ്പോൾ കാനഡയിലേക്ക് വരുന്ന പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, പഴയ ആൾക്കാർ, അതായത് 2010-2015 ഇടയ്ക്കൊക്കെ വന്ന ആളുകൾ ഇവിടെ കാനഡയിലേക്ക് വരുന്നു. അവരെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർ വന്നു, ഇവിടെ വീടൊക്കെ വാങ്ങിച്ചു, സെറ്റിലായി, നല്ല ജോലിയൊക്കെ കിട്ടി, കുട്ടികളോ കൊച്ചുമക്കളോ ഒക്കെ ആയി മാറിയവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇവിടെ സെറ്റിലായി. അവരൊന്നും ഒരു കാരണവശാലും കാനഡയിൽ നിന്ന് തിരിച്ചു പോകുന്നത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരൊക്കെ ഓൾറെഡി സെറ്റിലായി, അവർ ഈ ഒരു കൾച്ചറുമായിട്ട് ഓൾറെഡി അതുമായിട്ട് ബ്ലെൻഡായി മാറി. ഇനി അവരൊന്നും തിരിച്ചു പോകുകയില്ല. ഇനി രണ്ടാമതൊരു കൂട്ടരാണ് 2015-നും 2023-നും ഈ 8 വർഷത്തിൻ്റെ ഇടയ്ക്ക് വന്ന കുറേ ആളുകൾ. ഇതിനകത്ത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നാൽ കാര്യമായ സ്കിൽഡൊന്നുമില്ല, എങ്ങനെയെങ്കിലും കാനഡയിൽ എത്തിച്ചേർന്ന ആളുകൾ. ഇങ്ങനെ 2 കൂട്ടരായിട്ടാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, നല്ല ഡോക്ടേഴ്സ്, അതുപോലുള്ള നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള കുറേയേറെ ആളുകൾ കാനഡയിൽ വന്നിട്ടുണ്ട്. ഇനീഷ്യലി ഒരു സ്ട്രഗിളിന് ശേഷം അവർക്കൊക്കെ നല്ല ജോലി കിട്ടി, അവരൊക്കെ ഇവിടെ വീട് വാങ്ങിച്ചു, അവരൊക്കെ സെറ്റിലായി, അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചും തിരിച്ചു പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇന്ത്യയിൽ അനുഭവിച്ചതിൻ്റെ 10 ഇരട്ടി സുഭിക്ഷതയിലാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത്. അത് കാരണം തന്നെ അവരെ സംബന്ധിച്ചൊന്നും തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് ചിന്തിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അത്ര തന്നെ സ്കിൽഡ് അല്ലാത്ത ആളുകൾ, ഇവിടെ സ്റ്റുഡൻറ്റ് വിസ വന്നവർ, ഇങ്ങനെയുള്ള വലിയൊരു കാറ്റഗറിയുണ്ട്. എനിക്ക് തോന്നുന്നത് അതായിരിക്കാം ഏറ്റവും അധികം ആളുകൾ ഇവിടെ ഉള്ളവർ. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ. അതായത് 2018-ന് ശേഷം 2018-നും 2023-നും ഇടയ്ക്ക് വന്ന കുറച്ചേറെ ആളുകൾ ഇവിടെ ഇന്നും സ്ട്രഗിൾ ചെയ്യുകയാണ്. ആ സ്ട്രഗിൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു തിരിച്ചുപോക്കിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര്. പലരും ഇങ്ങനെ പറയാറുണ്ട്, നമ്മളൊന്നും ആഗ്രഹിച്ചു വന്ന കാനഡയല്ല ഇന്ന് കാണുന്ന കാനഡ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ചൊക്കെ നമ്മളായിട്ട് വരുത്തി വെച്ചതും, കുറച്ച് കാനഡയിലെ മൊത്തത്തിലുള്ള മാറ്റവും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കുതിച്ചു വരുന്ന നമ്മുടെ വിലക്കയറ്റവും, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അതായത് ജീവിതത്തിൻ്റെ എക്സ്പെൻസ് വളരെയധികം കൂടി. അതായത് 2015-ലോ മറ്റൊക്കെ ഇങ്ങോട്ട് കയറി വന്നവർക്ക് റെൻറ്റൊക്കെ വളരെ കുറവായിരുന്നു. അതായത് വളരെ കുറഞ്ഞ ചിലവിൽ സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കാനഡയിലുണ്ടായിരുന്നു. എന്നാൽ 2020-ന് ശേഷം വന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം റെൻറ്റ് വർദ്ധിച്ചു. അതായത് 4 ഇരട്ടിയും 5 ഇരട്ടിയൊക്കെ റെൻറ്റ് കൂടി. എന്നാൽ ശമ്പളം അതുപോലെ കൂടിയില്ല. പിന്നെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഈ മിനിമം പേ എന്നൊക്കെ പറയുന്നത്, ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ ആളുകൾക്ക് അങ്ങനെ മിനിമം പേ ഇല്ല. ഇവിടെ മിനിമം പേ എന്ന് പറയുന്ന ഒരു $15-നും $17 ഇടയ്ക്കൊക്കെയാണ് സാധാരണ എല്ലാ പ്രൊവിൻസുകളിലെയും തന്നെ മിനിമം പേ. ഈ മിനിമം പേയും കൊണ്ടൊന്നും ഈ കാനഡ ജീവിച്ചു പോകാൻ പറ്റുകയില്ല. കാരണം മാക്സിമം കിട്ടുന്നത് $2,000-2100 ഒരു മാസം ഒരാളെ സംബന്ധിച്ച്, ഇതുപോലുള്ള ഈ മിനിമം പേയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കിട്ടുന്നത്. അത് റെൻറ്റ് കൊടുക്കാനും ജസ്റ്റ് ചപ്പാത്തി വാങ്ങിച്ച് തിന്നാനേ തികയുള്ളൂ. അതാണ് സത്യം. അതിൽ കൂടുതലായിട്ടൊന്നും
ഒന്നും നേടാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി, അതായത് എത്ര തന്നെ ഈ ലോ ഇൻകം ജോലികൾ ചെയ്തിട്ടും ഒരു മുകളിലേക്ക് പോകാൻ പറ്റാത്തില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ വന്നിട്ട് ഇവിടെ PR കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, അത് അല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ രീതിയിൽ ലോൺ അടയ്ക്കാൻ ഒരു സൈഡിൽ കഷ്ടപ്പെടുന്നു, ഒരു സൈഡിലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കഷ്ടപ്പെടുന്നു, ഒരു സൈഡിൽ ജോലിയുടെ ബുദ്ധിമുട്ടുകളും ആയിട്ട് പ്രയാസപ്പെടുന്നു. ഇങ്ങനെ കുറേയേറെ ആളുകൾ കാനഡയിലുണ്ട്. ഇവരൊന്നും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പുറത്ത് പറയുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം നമുക്കുണ്ടാകുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ സാഹചര്യം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും മറ്റുള്ളവരോട് പറയാനുള്ളൊരു മടിയുണ്ടല്ലോ. തന്നെയല്ല, നമ്മളെല്ലാം പ്രത്യേകിച്ച് ഇപ്പോൾ കാനഡക്കാരൻ, അമേരിക്കക്കാരി, അല്ലെങ്കിൽ UK-കാരൻ, അയർലൻഡുകാരൻ, ഓസ്ട്രേലിയക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാട്ടിൽ വെക്കുന്ന ഒരു ബിംബം ഉണ്ടല്ലോ. അതായത് നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ഞാനെന്തോ വലിയ കാശുകാരനാണ്, ഞാനെന്തൊക്കെയോ നേടി, ഞാനിവിടെ കണ്ടില്ലേ മറ്റേ ഐസിനകത്തും സ്നോയ്ക്കകത്തും കിടന്ന് കളിക്കുന്നു, ഞാനിവിടെ വണ്ടി ഓടിച്ച് കളിക്കുന്നു, ഞാനിവിടെ KFC ഭക്ഷണം കഴിക്കുന്നു, മക്ഡൊണാൾഡ്സിൽ ഭക്ഷണം കഴിക്കുന്നു, അവിടുന്ന് കഴിക്കുന്നു, ഈ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മളൊരുപാട് സ്റ്റാറ്റസ് ഇടുന്നു. ഇതെല്ലാം കാണുമ്പം പലപ്പോഴും നാട്ടിലുള്ളവർക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവൻ പുറത്ത് പോയി രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ പുറത്ത് പോയി രക്ഷപ്പെട്ടവരെ സംബന്ധിച്ച് അവർ കുറഞ്ഞ ജോലിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് പറയാൻ പലപ്പോഴും ആളുകൾക്ക് മടിയാണ്. എന്നാൽ യാഥാർത്ഥ്യം അതൊക്കെ തന്നെയാണ്. പല രാജ്യങ്ങളിലേക്കും കയറിപ്പോയവർ ഈ ചെയ്യുന്ന ജോലിയൊന്നും അത്ര മഹത്തായ ജോലിയൊന്നുമല്ല. ഈ പറയുന്ന ആളുകളൊക്കെ ഇന്ത്യയിൽ പോയി ജോലി ചെയ്തിരുന്നെങ്കിൽ, അതേ ജോലി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇതിലും രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ അത് മനസ്സനുവദിക്കില്ല അങ്ങനത്തെ ജോലി ചെയ്യാൻ. പക്ഷേ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പം ഏത് ജോലിയാണ്, തൂപ്പ് ജോലിയാണെങ്കിലും ഒരു മടിയും കൂടാതെ നമ്മൾ ഇവിടെയാണ് ചെയ്യും. പക്ഷേ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ കുറച്ചെങ്കിലും കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ചു പോകും, ഞാൻ ഇതിനു വേണ്ടിയാണോ കാനഡയ്ക്ക് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടിയാണോ UK-ക്ക് വന്നേക്കുന്നത്, ഇതിലും എത്രയോ സുഖമായി എനിക്ക് എൻ്റെ നാട്ടിൽ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് എന്താണ്ട് മിച്ചം എന്നുള്ളതൊരു സാധാരണ ഗതിയിലൊരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ചും ഗൾഫിൽ ജോലി ചെയ്തവരെ സംബന്ധിച്ച്. ഗൾഫിൽ അത്യാവശ്യം സുഖസുഭിക്ഷതയിൽ തന്നെയാണ് പലരും ജീവിച്ചവരാണ് ഇങ്ങോട്ട് എത്തിയേക്കുന്നത്. കാരണം തീർത്ത് കുറഞ്ഞ ജോലി ചെയ്തവരൊന്നും അല്ല കാനഡയിലേക്ക് മൂവ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്ത ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് കൂടുതലും കാനഡയ്ക്ക് മൂവ് ചെയ്തത്. അപ്പോൾ അവരുടെ അവിടുത്തെ ലൈഫും ഇവിടുത്തെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നല്ല ലൈഫും ഉണ്ടായിരുന്നു, ഒരു സേവിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംബന്ധിച്ച് ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും ചിലവർക്കൊന്നും ലൈഫ് ഉണ്ടെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. 7 ദിവസം ജോലി ചെയ്യാനെ സംബന്ധിച്ച് എന്ത് ലൈഫാണുള്ളത്? പലപ്പോഴും ചിലരൊക്കെ 5 ദിവസം ജോലി ചെയ്ത് 2 ദിവസം റെസ്റ്റ് എടുക്കുന്നു എന്നാണ്. എന്നാൽ പലരും 7 ദിവസവും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാനഡയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ജീവിക്കുന്നത്. അവർക്കൊന്നും ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അപ്പം സേവിങ്സും ഇല്ല, ലൈഫും ഇല്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറേയേറെ ആളുകളുണ്ട്. അവരൊക്കെ ഒരു പരിധി വരെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഈഗോ അവരെ സമ്മതിക്കുകയില്ല. കാരണം ഞാൻ നാട്ടിൽ വച്ചിരിക്കുന്ന എൻ്റെ സമൂഹം എനിക്ക് തരുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതായത് ഒരു കാനഡക്കാരൻ അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരൻ അല്ലെങ്കിൽ UK-കാരൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാരൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞു വീഴുകയില്ലേ എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് പലർക്കും പോകാതിരിക്കുന്നത്. പിന്നെ ചിലർ സ്വയം അങ്ങ് പറഞ്ഞ് ആശ്വസിക്കും, ഇവിടുത്തെ ലൈഫിൻ്റെ ക്വാളിറ്റി നല്ലതല്ലേ, കുട്ടികൾക്കൊക്കെ നല്ല എഡ്യൂക്കേഷൻ കിട്ടുകയല്ലേ. എന്താണ് ഈ കുട്ടികൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ? ഇവിടുത്തെ സർക്കാർ സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. ഇതാണ് സംഭവം. ഈ വലിയ ആനകുതിര പഠിപ്പീരൊന്നുമല്ല, ഉള്ള സത്യം തന്നെ നേരെ അങ്ങ് പറയാലോ. ആനകുതിര പഠിപ്പീരൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ബോർഡിംഗ് സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഒന്നും പഠിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല പഠിപ്പീരൊന്നുമല്ല ഈ രാജ്യങ്ങളിലുള്ളത്. നമ്മൾ നേരെ ബസ് കയറ്റി ഈ പിള്ളേരെ അങ്ങോട്ട് വിട്ടാൽ കാര്യമായ പഠിപ്പീരൊന്നുമില്ല. അവിടെ പോയി പിള്ളേർ ഹാപ്പിയാണെന്നല്ലാതെ ഒരുപാട് നല്ല പഠിപ്പീരൊന്നുമല്ല. നമ്മുടെ നാട്ടിലും ഈ സർക്കാർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷേ നമുക്ക് ഈഗോയാണ്. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് പോകും. കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ആകും. സാധാരണ മലയാളം മീഡിയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് കുറവല്ലേ എന്ന് ഓർത്താണ് നമ്മൾ ഈ പൈസ കൊടുത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലും ബോർഡിംഗ് സ്കൂളിലും ഒക്കെ വിടുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ഉള്ളൂ ഇവിടുത്തെയും ഈ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയ ആനകുതിര സംഭവമൊന്നുമല്ല, നോർമൽ സെറ്റപ്പ് ഒക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ അതായത് നമ്മുടെ നാട്ടിൽ ഒരു സർക്കാർ സ്കൂളിൽ അതായത് നമ്മൾ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ തന്നെ പോകുന്നു. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിള്ളേർ തിരിച്ചു പോകുന്നു. പിള്ളേർ ഹാപ്പിയാണ്. കാര്യമായ ഹോംവർക്ക് ഇല്ല, കാര്യമായ വേറെ കാരണം പേരൻസിന് ഒരുപാട് ബേർഡൻ ഇല്ല. പക്ഷേ
ഇതൊക്കെ തന്നെ അവിടെയും കിട്ടുന്നുള്ളൂ. അത് കാരണം പിള്ളേരുടെ ഇത് ഭാവി സുരക്ഷിതമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ആളുകൾ വീമ്പിളക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. പിന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്നും ഫ്രീ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിൻ്റെ 10 പൈസ കൊടുക്കണം ഇവിടെ ഒരു കൊച്ചിന് നല്ല യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ. പിന്നെ ഹെൽത്ത് കെയറിൻ്റെ കാര്യം എല്ലാവരും ന്യായമായ പരാതി പറയുന്നതാണ്. ഇപ്പം ഒന്ന് പനിയായിട്ട് വിളിച്ചാൽ അടുത്തതിന് പിന്നത്തെ ആഴ്ച അപ്പോയിൻമെൻറ്റ് കിട്ടും. ഇന്ന് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കലായിട്ട് നമുക്ക് നെഞ്ചുവേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഇച്ചിരി കാര്യമായ ഒരു നല്ലൊരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കാണണം, അങ്ങനെയുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ ഇന്ന് കൊടുത്താൽ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടും. ആ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. പൈസ ചിലവാകുമെന്നുള്ളത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ അതിൻ്റെതായ പരിമിതികളുണ്ടെന്നുള്ളത് ശരിയാണ്. അതും ഈ രാജ്യങ്ങളൊന്നും കൊടുക്കുന്നത് അത്ര ആനകുതിര സംഭവമൊന്നുമല്ല. ഒരു നോർമൽ സെറ്റപ്പൊക്കെ തന്നെ ഉള്ളൂ. അതും നല്ല ഡിലേ ആണ്. ഒരുപാട് പ്രൊസീജിയറിനകത്തൂടെ കടന്നു പോകണം ഈ ഹെൽത്ത് കെയർ ഒക്കെ നമുക്ക് നന്നായി കിട്ടണമെങ്കിൽ. പിന്നെ എല്ലാവരും നോക്കുമ്പം ആഷ്പോഷ് ലൈഫൊക്കെയാണ് കേട്ടോ. അതൊന്നും പറയാതിരിക്കാൻ വയ്യ. എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കണോ നേരെ പോയി വാങ്ങിക്കുന്നു, കഴിക്കുന്നു, പുറത്ത് പോകണേ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുമ്പം ഒരു ഡെയിലി ലൈഫ് ഓക്കെയാണ്. പക്ഷേ അതിലപ്പുറത്തേക്ക് സേവിങ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നുമില്ല. ഈ നാട്ടിൽ വരുമ്പോൾ കാണിക്കുന്നതൊക്കെ എന്ന് പറയുന്നത് എവിടുന്നെങ്കിലും കടവൊക്കെ വാങ്ങിച്ചൊക്കെയാണ്. അതായത് ലൈൻ ഓഫ് ക്രെഡിറ്റിൽ നിന്ന് എടുക്കുന്ന പൈസയോ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തപ്പിക്കൂട്ടി വച്ചേക്കുന്ന പൈസയൊക്കെ ആയിട്ടാണ് ഈ നാട്ടിൽ വന്ന് ഈ ഷോ കാണിക്കുന്നത്. അതെല്ലാം അപ്പുറത്തേക്കൊന്നും ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം കാനഡയിലേക്ക് വരുന്ന ആളുകൾ ചെയ്തു പോകുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഇവിടെ വരിക, സ്റ്റുഡൻറ്റ് വിസയിലോ PR ആയിട്ടോ എങ്ങനെയെങ്കിലും വരിക, തപ്പിക്കുട്ടി എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക, പിറ്റേ ദിവസം അത്യാവശ്യം നല്ല വിലയുള്ളൊരു വണ്ടി എടുക്കുക, ഒരു SUV തന്നെ ഇങ്ങ് എടുക്കുക, അത്യാവശ്യം നല്ല വിലയാണ്. ഇതൊക്കെ നേരെ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈസ ഒന്നും കൊടുക്കണ്ട, അന്നേരം തന്നെ ലോണായിട്ട് ഈ സാധനം ഇങ്ങ് വരും. നിങ്ങളൊരു 8 കൊല്ലം 10 കൊല്ലം അടച്ചോളാൻ പറഞ്ഞ് ലോണായിട്ട് തരും. അത് വാങ്ങിച്ചു, നല്ല അടിപൊളി വണ്ടി, പിറ്റേ ദിവസം തൊട്ട് നമ്മൾ ഇതൊക്കെ സ്റ്റാറ്റസൊക്കെ ഇടുകയോ, ഞാൻ നല്ല അടിപൊളി വണ്ടിയിലാട്ടോ, ടെസ്ലയിലാണ് നടക്കുന്നതല്ല, അതിലാണ് നടക്കുന്നത്, ഇതിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പം ഈ വാങ്ങിച്ചിരിക്കുന്ന വണ്ടി 100% ലോണിലാണ് എന്നുള്ള കാര്യം നാട്ടിലുള്ളവർ മനസ്സിലാക്കുക. നാട്ടിൽ നമ്മൾ കൂടുതലും ഡൗൺ പേയ്മെൻറ്റ് എല്ലാം കൊടുക്കണം, ഇവിടെ അതുപോലും പലപ്പോഴും വേണ്ട. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഐഫോണിൻ്റെ ഏറ്റവും കൂടിയത് തന്നെ വാങ്ങിക്കും. അതും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പ്ലാൻ്റെ കൂടെ ഓരോ മാസവും നമുക്ക് കുറച്ചുകൂടെ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടിയ ഫോൺ തന്നെ എല്ലാവർക്കും കിട്ടും. അത് കാരണം ഐഫോണിൽ കറഞ്ഞോ ആരും ഇവിടെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം അതും നോക്കുമ്പം വളരെ എക്സ്പെൻസീവാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതായത് ഇതിനൊക്കെ മാസം കൊടുക്കണ്ടേ. പിന്നെ പിറ്റേ ദിവസം ചെയ്യുന്നത് എന്താ, ഒരു വീട് എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നോക്കും. അപ്പം പ്രത്യേകിച്ച് ഒന്നിച്ച് വന്ന ആളുകൾ വേറെ മറ്റുള്ളവരൊക്കെ വീട് വാങ്ങിച്ചാൽ പിന്നെ എനിക്കും എങ്ങനെയെങ്കിലും വീട് വാങ്ങിക്കണം, അത് എന്ത് വില കൊടുത്താലും വേണ്ടില്ല, ഏത് സാഹചര്യത്തിലുള്ള വീടാണെങ്കിലും വേണ്ടില്ല, ഒരു വീട് വാങ്ങിച്ചേ അടങ്ങൂ എന്ന് പറയും. വെറും 5% കൊടുത്താൽ മതി ഇവിടെ കാനഡയിൽ ഒരു വീട് കിട്ടും. അതായത് ഇപ്പം 1 കോടി രൂപയുടെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ വെറും 5 ലക്ഷം രൂപ കൊടുത്താൽ മതി. അത് 5% നമ്മൾ അടച്ചാൽ മതി, ബാക്കിയൊക്കെ ലോണായിട്ട് കിട്ടും. 25 കൊല്ലത്തേക്ക് ലോൺ കിട്ടും, 25 30 എത്ര കൊല്ലത്തേക്ക് വേണമെങ്കിൽ കിട്ടും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ നാട്ടിൽ ന്യായമായി അടിച്ചിറക്കും. 3 കോടി രൂപയുടെ വീടാണ് വാങ്ങിച്ചേക്കുന്നത്, 5 കോടി രൂപയുടെ വീടാട്ടോ കാനഡ വാങ്ങിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കർത്തമാരൊക്കെ പ്രത്യേകിച്ച് ഒന്ന് വീമ്പിളക്കും. അപ്പം ഇതിൻ്റെയൊക്കെ വസ്തുത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും 5% ഇവർ കൊടുത്തുള്ളൂ. അതെങ്ങനെയൊക്കെ വായ്പയൊക്കെ വാങ്ങിച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. പിറ്റേ ദിവസം തൊട്ട് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഈ ലോൺ അടയ്ക്കണമെങ്കിൽ ശമ്പളത്തിൻ്റെ ഒരു 50 തൊട്ട് 60% വരെ ലോണ്. പിന്നീട് ഈ ഫോണ് 3-4 ഫോൺ എടുത്തില്ല, പിള്ളേർക്ക് സൈതുള്ളവർക്കെല്ലാം ഐഫോൺ വാങ്ങിച്ച് കൊടുത്തേക്കല്ലേ, ഇതിന് പൈസ കൊടുക്കണം, 2 കൊല്ലം അടയ്ക്കണം. പിന്നെ ഈ പറയുന്ന പോലെ വണ്ടിക്ക് $100-800 ഏറ്റവും കുറഞ്ഞ അടവ് വരും. ഇങ്ങനെ വണ്ടിക്ക് അടവ് വരും. പിന്നെ നമുക്ക് ഗ്രോസറി വേണ്ടേ, എന്തോരം പൈസ കൊടുത്താലും ഗ്രോസറി. ഇതെല്ലാം കഴിയുമ്പോൾ ഉണ്ടല്ലോ നാട്ടിലേക്ക് വരാൻ ആരുടെയും പൈസ ഇല്ല. അത് കാരണമാണ് ഈ 2-3 കൊല്ലവും 4 കൊല്ലവും ഒക്കെ പലരും വെയിറ്റ് ചെയ്ത് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് നാട്ടിൽ വരാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല, ഈ കൈ പൈസ ഇല്ല. നാട്ടിൽ വരണ ഒരു $10,000 കൈ വെച്ചിട്ടുണ്ടല്ലേ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ 10,000 ഉണ്ടാകുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും ഉണ്ടാകുന്നില്ല. അതാണ് ഒരു സാഹചര്യം. പല കുടുംബങ്ങളെയും കണ്ടിട്ടുണ്ട്. ഇവരൊന്നും ഉള്ളത് സമ്മതിക്കുക, അല്ലെങ്കിലും ഞാനിത് എൻ്റെ വ്യക്തിപരമായി കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ഈ സേവിങ് എന്ന് പറയുന്ന ഒട്ടുമിക്ക ഫാമിലിക്കും ഒന്നുമില്ല. അതത് പേച്ചക്ക് കിട്ടുന്നു, അതായത് ശമ്പളം, ഇവിടെ പേച്ചക്ക് എന്ന് പറയും. അപ്പോൾ ആ ശമ്പളം കിട്ടുന്നു, അതേപടി ഓരോ വഴിക്ക് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്ത് പോയിക്കോളും കേട്ടോ. അല്ല ഓട്ടോ പേ കൊടുത്തു കഴിഞ്ഞാൽ ശമ്പളത്തിനകത്ത് നിന്ന് ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു 3, 4, 5 ക്രെഡിറ്റ് കാർഡൊക്കെ കാണുക, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് റോൾ ചെയ്താണ് പലരും പോകുന്നത്. ഇടത്തരക്കാരായ ആളുകൾക്ക് കാര്യമായ ഒരു സമ്പാദ്യവും കാനഡയിലില്ല. ഇങ്ങനെ ഒരു 2, 3, 4, 5 കൊല്ലം ജീവിച്ച് കഴിയുമ്പോൾ തന്നെ ശരിക്കും ഒന്ന് ചിന്തിക്കും, ഇതിനു വേണ്ടിയാണോ ഞാൻ കാനഡ വന്നത്. പക്ഷേ അന്ന് ആ ചിന്തിക്കുമ്പോഴത്തേക്കും പലരും ലോക്കായി പോകും.
കാരണം 1-2 കുട്ടികൾ കാനഡിയൻ പൗരത്വത്തോടു കൂടി ഇവിടെ ജനിക്കുന്നു. അപ്പോൾ പിന്നെ തിരിച്ചു പോകാത്ര എളുപ്പമല്ല. ഇന്ത്യൻ പൗരനല്ല, ഇന്ത്യയിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവർക്ക് 25 കൊല്ലത്തെ ലോക്കുള്ള ഒരു വീട് ഇവിടെ കിടക്കുകയാണ്. അത് സമ്പാദ്യമാണെന്നൊക്കെ അങ്ങ് വിചാരിക്കും. പക്ഷേ ഈ അടയ്ക്കുന്ന മുഴുവൻ റെൻ്റല്ലേ ഞാൻ അങ്ങോട്ട് അടയ്ക്കുന്നതെന്ന് ചോദിക്കും. അത് മുഴുവൻ വാടക പലിശയിലേക്കാണ് പോകുന്നതെന്ന് മാത്രം, റെൻറ്റിന് പകരം ഇവിടെ പലിശ കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പം ഈ അങ്ങനെ ലോക്കായി പോയവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ അങ്ങ് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചിലരെങ്കിലും ഇതിനെപ്പറ്റി കാര്യമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും തിരിച്ചു പോയതൊക്കെ ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും അറിയില്ല. പക്ഷേ പല വീഡിയോകളിലും ബാക്കിയുള്ള ചർച്ചകളിലും ഒക്കെ ചിലർ തിരിച്ചു പോയവരെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ കാനഡയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ ആരെങ്കിലും തിരിച്ചു പോയാൽ അതിനെ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതൊക്കെയാണ് സാഹചര്യം. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ 4 വർഷം, ഞാൻ 4 വർഷമായുള്ളൂ കാനഡയിൽ വന്നിട്ട്, ഈ 4 വർഷത്തെ എനിക്ക് ചുറ്റും നടന്ന കാര്യങ്ങളും ഈ നാട്ടിൽ വായിക്കുന്ന വാർത്തകളും കണ്ട് ഞാൻ സ്വയം ഒന്ന് വിശകലനം ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ അറിവിൽ നമ്മുടെ മലയാളികൾ ആരും തിരിച്ചു പോയവരെ എനിക്കറിയില്ല. നാളെ തിരിച്ചു പോകാൻ മേലായികയൊന്നുമില്ല. കാരണം ഇതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പലർക്കും നാട്ടിൽ കിട്ടും. പലരും ബിസിനസ്സൊക്കെ കളഞ്ഞാണ് ഈ കാനഡയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ മറ്റൊരു കാറ്റഗറി ഉണ്ട്, അവരൊരു കാരണവശാലും കാനഡയിൽ നിന്ന് പോകുക. അവരുടെയൊക്കെ ലൈഫ് നല്ല സെക്യൂറാണ്. ഇപ്പോൾ IT എഞ്ചിനീയേഴ്സ് അത്യാവശ്യം നല്ല പാക്കേജാണ് കാനഡയിൽ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈലും അവർക്കുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർമാർക്കോ ഇവൻ നേഴ്സുമാർക്ക് പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ലൈഫ് ഒരു പരിധി വരെ ഇതാണ്. അപ്പോൾ അവരൊന്നും നാട്ടിലേക്കൊന്നും തിരിച്ചു പോകില്ല. അവരെ ഒന്നും നമുക്ക് ഇത് ചെയ്യാനും പറ്റില്ല. കാരണം അവരൊക്കെ നല്ലൊരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. എന്നാൽ ഈ ഇടത്തരക്കാർ എത്ര ജോലി ചെയ്താലും 1 രൂപ മിച്ചം വെക്കാനില്ലാത്ത ആളുകൾ, കാരണം റെൻറ്റും കൊടുത്ത് വണ്ടിക്കും അടച്ച് ഫോണിനും അടച്ച് നമ്മുടെ ബാക്കിയുള്ള ചിലവും കഴിയുമ്പോഴത്തേക്കും തികച്ച $500 പോലും മിച്ചം വെക്കാതെ, അതായത് 30,000 രൂപ പോലും മിച്ചം വെക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് പേര് കാനഡയിലുണ്ട്. അവരെ സംബന്ധിച്ച് ഇതിനു വേണ്ടിയാണോ ഞാൻ കാനഡയിലേക്ക് വന്നത്? പിന്നെ പല രീതിയിലുള്ള മറ്റ് എക്സ്പെൻസുകളും കാനഡയിലെ ലീഗലായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ നമുക്ക് എക്സ്പെൻസുകളുണ്ട്. അതായത് ഒരു PR-ന് പോകുമ്പോൾ തന്നെ അറിയാം എത്ര രൂപ അതിന് വേണ്ടി പുറകിൽ കൊടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർമിറ്റ് പുതുക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും നല്ലൊരു പൈസ ആ വഴിക്ക് എല്ലാം പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് നിലവിലുള്ള കാനഡയിലെ സാഹചര്യം. അപ്പം ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷേ ഉള്ള സത്യമാണ്. കാരണം പല ആളുകളും, ഞാനടക്കമുള്ള ആളുകൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിട്ടിരിക്കുന്നതോ അല്ല എനിക്ക് ചുറ്റുമുള്ള ആളുകൾ ചെയ്യുന്നതോ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കാരണം ഈ റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമായി തീരും. അത് ഈ രാജ്യത്തു നിന്ന് മാത്രമല്ല, ബാക്കി എല്ലാ രാജ്യത്തു നിന്നും. കാരണം ഇവർക്കൊന്നും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന്. റെഫ്യൂജി ആയിട്ടും സ്റ്റുഡൻ്റായിട്ടും ഈ പറയുന്ന പോലെ പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ടും ഈ പറയുന്ന ജോബ് വിസയായിട്ടും ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ ന്യായമായ ആൾക്കാരെ ഈ രാജ്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായുള്ള ഒരു സെക്യൂർഡ് ലൈഫ്, അതായത് കുറഞ്ഞ ചിലവിൽ സെക്യൂർഡ് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ രാജ്യങ്ങൾക്കൊക്കെ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. കാരണം ഇതൊക്കെ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും ഇപ്പം അവരെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഞാനിപ്പം ഇതിനെ ഒരു ഉപമിക്കുന്നത് പണ്ട് കാലത്ത് കൽക്കട്ടയിലും ബോംബെയിലും ജോലിക്കായി പോകുന്നവരെയാണ്. പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ അത്ര കാര്യമായ തൊഴിലില്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം കൽക്കട്ടയിലേക്കും ബോംബെയിലേക്കും പേർഷ്യയിലേക്കൊക്കെ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ജോലിക്ക് വേണ്ടി. ഇന്നൊക്കെ അവിടെയൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടോ? വളരെ അപൂർവം ആളുകളെ അങ്ങോട്ടൊക്കെ ജോലിക്കായി പോകുന്നുള്ളൂ. യാദൃശ്യമായിട്ട് അവിടെ ചെന്ന് ജോലി ചെയ്തു എന്നല്ലാതെ അതിലേക്കൊരു എയിം വെച്ച് പോകുന്നില്ല. കാരണം അവിടെയൊന്നും പോയിട്ട് ഇന്ന് കാര്യമില്ലെന്ന് പറയാം. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഇനിയാണെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ ശോഭനമായ കാര്യമാണെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ നിങ്ങൾക്ക് അയൽക്കാരോടും മറ്റുള്ളവരോടും വീമ്പിളക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിന് വേണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നതായ ഒരു ഈ പറയുന്നില്ല കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. ഒരു പക്ഷേ റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളത് വളരെയധികം കാര്യമായ ആളുകൾ പോയാൽ പോലും ഇതിനെ അതിശയിക്കേണ്ടതില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം. അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ എൻ്റെ മനസ്സ് തുറന്നു എന്ന് മാത്രം. കാരണം ഞാനിത് കണ്ടതാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് ആരും നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. പക്ഷേ ഇവിടെ വന്ന് രക്ഷപ്പെട്ടവരും ഉണ്ട്. അവരൊക്കെ എന്നെ ചിലപ്പോൾ കുറ്റം പറഞ്ഞേക്കാം. അയാളെന്താ ഈ പറയുന്നത്, ഇവിടെ വന്ന് എത്രയോ പേര് രക്ഷപ്പെട്ടവരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ രക്ഷപ്പെടാത്തവരും ഒരു ബഹുഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള കാര്യം ഇത് ഞാൻ കാനഡയെ മാത്രം ബേസ് ചെയ്ത് പറയുന്നതല്ല. ഈ വെസ്റ്റേൺ കൺട്രികളിലേക്ക് പോകുന്ന ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ ഇതായിരിക്കും എന്നുള്ള കാര്യം
കാര്യത്തിലൊന്നും സംശയം വേണ്ട. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിക്കുന്നു. ഇച്ചിരി നെഗറ്റീവ് വീഡിയോ ആണ് എങ്കിൽ പോലും ഇതൊരു വസ്തുതയാണ്, അത് മനസ്സിലാക്കുക. ഇതുപോലുള്ള ഏതെങ്കിലും പുതിയ വിശേഷങ്ങളൊക്കെ വന്നാൽ ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.